ബർത്ത്ഡേക്ക് എനിക്ക് എന്നെ മേടിച്ചു. സൂപ്പറായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ ചൂട്ടെടുക്കാത്തോണ്ടാണോ അത് പൊട്ടാണ്ടിരുന്നേ? അമ്മച്ചി മുതുകിനെ പൊട്ടിച്ച് സദ്യ ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഏപ്രിൽ 13 ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നമ്മള് വിഷുവും ബർത്ത്ഡേയും കൂടി ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. പാട്ടുപാടാ. സൂചി തിന്നാൻ കൈകൊട്ട്, പാപ്പം തിന്നാൻ കൈകൊട്ട്, സൂചി തിന്നാൻ കൈകൊട്ട്. പടക്കം പൊട്ടണ എങ്ങനെയാ? പടക്കം എങ്ങനെ പൊട്ടിക്കണേ? അപ്പൊ നമ്മള് വിഷു ഒക്കെ ആയതുകൊണ്ട് നമ്മള് പടക്കവും പൊട്ടിക്കും. പടക്കം പൊട്ടിക്കണ്ടേ? പടക്കവും പൊട്ടിക്കും, സദ്യ ഉണ്ടാക്കും, പായസം ഉണ്ട്. പായസം വേണോ? പായസം വെക്കണം, സദ്യ വെക്കണം. ഓർക്കുമ്പോ തന്നെ കൊതിയാവും. 2 ദിവസം നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാം. ബർത്ത്ഡേക്ക് എനിക്ക് എന്നെ മേടിച്ചു തന്നെ. നമുക്കൊരു പായസം കൂട്ട് മേടിച്ചിട്ടുണ്ടാക്കി. അതെ, ഇവിടെ നീ അങ്ങോട്ട് വരത്തില്ലായിരുന്നു. എങ്ങോട്ട് പോവാ? ഹെൽമെറ്റ് വിട്ട. അയ്യോ, മേടിക്ക. അവിടെ പടക്കമൊക്കെ ഉണ്ട്. ഇതേ പടക്കം ഇരിക്കണം. പടക്കം ദിസ് ഈസ് ദി മീൻ മാർക്കറ്റ് ഓഫ് ദി തൊടുപുഴ. മറ്റേ കടയിൽ തിരക്കായിട്ട് നമ്മൾ അടുത്ത കടയിലേക്ക് വന്നു. ഇതെന്നാ അഞ്ചി ഇത്രയും ഭംഗിയുള്ള മത്തങ്ങ. ഇതൊന്ന് പിടിച്ചേഞ്ചി. എൻ്റെ അമ്മേ, ഇത് എത്ര ചേട്ടാ പാക്കറ്റ്? 50 ഉണ്ട്, 40 ഉണ്ട്, 100 ഉണ്ട്. 50 ഇല്ലേ? 40 ഉണ്ട്. ഞാൻ ഇന്നലെ 50 രൂപ കൊടുത്തായി മേടിച്ച അവിടെ. ഇത് കൂട്ടല്ലല്ലോ അമ്മച്ചി, ഇതുകൂടില്ലേ മേടിച്ചത്? ഓലപ്പടം 10 ഉണ്ട്, 20 ഉണ്ട്, 30 ഉണ്ട്, 40 ഉണ്ട്, 80 ഉണ്ട്, 100 ഉണ്ട്. ആ വലുത് തന്നെ എടുത്താലോ? വെറൈറ്റി ആ എത്ര? 100. 100 മതി. മേടിച്ച പടക്കം, കേക്ക് പീസ്, ഇതെല്ലാം ഒരേ ഫ്ലേവർ അല്ലേ? വേറെ ഉണ്ടോ? ചോക്ലേറ്റ്. ഇതേതാ? എത്രയാ? അത്ര വലുത് വേണ്ട, ചോറിന് മതി. ഇതൊരു പീസ്. ഒരെണ്ണം മതിയായിരുന്നു. ആ, നമുക്കൊരു നല്ലത് കഴിക്കണ്ടേ? ഒരെണ്ണമാണേലും നല്ലത് കഴിക്കണ്ടേ? അത് മാത്രം മതി. നല്ല കേക്ക് വേറെ കടയിൽ നിന്ന് മേടിക്കണമായിരുന്നു. വേണോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നാണ് എന്റെ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ഇത് വെച്ചോ പൊട്ടിച്ചിട്ട്. ഇത് പൊട്ടിച്ചിട്ട് അമ്മ പൊട്ടിക്കുക. നീ പൊട്ടിച്ചോ. എന്താ പറഞ്ഞില്ല. 179 സബ്സ്ക്രൈബേഴ്സിനോട് അമ്മി ടാറ്റ കൊടുക്ക. അവിടെ ഒരു കുഞ്ഞു പീസ് മേടിച്ച് നമ്മൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യണം. കണ്ടോ? കാണിക്ക. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന് മുഖത്ത് വയ്ക്കാം. സോപ്പിന്റെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേക്ക്. എലുമിച്ച് എന്ന് നോക്കിയേ. അവൾ ചേർത്തപ്പോൾ സോപ്പിന്റെ മണമായിരുന്നു. എന്നാ ഇതിന് സോപ്പിന്റെ അകത്ത് ഇട്ടുണ്ടാക്കിയെന്ന് തോന്നണവര്. അത് രണ്ടാമത് വാങ്ങിയ കേക്കാ, പക്ഷെ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടില്ല. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. സോപ്പുമ്മത്തയുടെ രുചി. അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ്. നൂലിങ്ങനെ തൂങ്ങി കിടക്കണ ടൈപ്പ് ഡ്രസ്സ് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ്.
ഞാൻ എൻ്റെ ബർത്ത്ഡേയുടെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ബർത്ത്ഡേക്കായിരുന്നു. അപ്പം അതിൻ്റെ ഫോട്ടോസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ തേച്ചൊട്ടിച്ച് വെക്കാം. ഇത്രയും വർഷങ്ങളായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ലാസ്റ്റ് ബർത്ത്ഡേക്കാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ആ ഒരു എന്താണ് എല്ലാവരും ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ അത് കഴിഞ്ഞ വർഷമാണ് അങ്ങനെ ഒരു ഇത് കിട്ടിയത്, ചാൻസ് കിട്ടി. പിന്നെ എന്താ, ഞാൻ ഈ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും നല്ല ഭയങ്കര ഡിഫറൻസ് ലൈഫിൽ വന്ന ഒരു വർഷമാണ് ആക്ച്വലി. കാരണം ഞാൻ ഇത്രയും വർഷത്തെ ബർത്ത്ഡേനേക്കാളും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഞാൻ ലൈഫിൽ എന്താണോ ചെയ്യാൻ ആഗ്രഹിച്ചത് ആ കാര്യങ്ങളെല്ലാമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. സീരിയസ്ലി ഞാൻ പേഴ്സണൽ ലൈഫിലും എല്ലാ ഇതിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ബർത്ത്ഡേ ആണ്. പ്രൊഫഷണലി എന്ന് വെച്ചാൽ വർക്ക് ചെയ്യുന്ന ആ രീതിയിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫാണെങ്കിലും രണ്ടും നല്ല സൂപ്പറായിട്ട് മൂഞ്ചെത്തിട്ടിരിക്കുന്ന ഒരു വർഷമായിരുന്നു. കഴിഞ്ഞൊരു 2 വർഷം എന്താ പറയണ ഭയങ്കര മോശമായിട്ടുള്ള വർഷമായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ പയ്യെ പുറത്ത് വന്ന് ഇത് ഹീൽ ചെയ്ത് അത്യാവശ്യം ഇപ്പം ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് ചിരിക്കാനൊക്കെ തുടങ്ങിയൊരു സമയമാണിത്. ഇപ്പം ഞാനിങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് എന്നിൽ തന്നെ ഞാൻ ഫീൽ ചെയ്യുന്നു. പിന്നെ ഞാൻ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ടൊരു ക്ലോത്തിങ് സ്റ്റോർ അല്ലെങ്കിൽ ക്ലോത്തിങ്ങിൻ്റെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യം ഇതാണ്. വേറെ ഒന്നും എനിക്കിഷ്ടമല്ല. ഇങ്ങനത്തെ ഞാനിപ്പോൾ എന്താ പറയുക, ഞാനിപ്പോൾ സ്വന്തമായിട്ട് ഞാൻ എൻ്റെ ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേനും ഞാൻ ഭയങ്കര പ്രൗഡ് ഓഫ് മൈസെൽഫ് എന്ന് പറയത്തില്ലേ, ഞാൻ ഭയങ്കര പ്രൗഡാണ്. എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം നമുക്കാണെങ്കിലും നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു സപ്പോർട്ട് സിസ്റ്റം അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്ത് ഇപ്പോൾ ചെയ്താലും വാട്ട് എവർ ഐ എം ഡൂയിങ് റൈറ്റ് നൗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് എൻ്റെ തന്നെ ഹാർഡ് വർക്ക് മാത്രമാണ്. എൻ്റെ ഹാർഡ് വർക്ക് എൻ്റെ നമുക്ക് സപ്പോർട്ടിങ് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല ലൈഫിൽ. ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരു ബാക്കപ്പ് പ്ലാനായിട്ടോ ബാക്കപ്പായിട്ട് ഒരു ഹെൽപ്പ് അങ്ങനെ ഒന്നുമില്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഇത്രയും അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോർ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നല്ല രീതിയിൽ എൻക്വയറീസും ഉണ്ട്, ഓർഡേഴ്സും ഉണ്ട്. ഇപ്പം ഞാൻ അത്യാവശ്യം ഈ ഏപ്രിൽ ആയപ്പോഴത്തേനും നന്നായിട്ട് ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. ഫുൾ കസ്റ്റമൈസേഷൻ വർക്കാണെങ്കിലും ഫുൾ ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഹെവി വർക്കൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ നോക്കിയാലും ഞാനിപ്പോൾ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ബർത്ത്ഡേന്ന് ചെറുതായിട്ട്, വലിയ സെലിബ്രേഷനൊന്നും അല്ല, എന്നാൽ ഒരു സന്തോഷം. റിയലി താങ്ക്ഫുൾ ഫോർ നമ്മുടെ ഇപ്പം നമുക്ക് കറൻ്റ്ലി 178 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂടെയും ഞാൻ ഫസ്റ്റ് ടൈമല്ലേ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നാളെ വിഷുവിനുള്ള നാളെ രാവിലെ എഴുന്നേറ്റ് കണി കാണണം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. ഓക്കെ, നമ്മുടെ പായസം തൊട്ട് അച്ചാറ് തൊട്ട് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് 1 മണിയായി. അപ്പം നമുക്കിനി കഴിക്കാൻ പോവാം. കാണിച്ച് നമ്മൾ കത്തിക്കാൻ പോണ ഐറ്റം കത്തിക്കാൻ പോകുന്നത് ഇതാ ഞാൻ വാങ്ങിയതാ ഏറ്റവും വലിയ മത്താപ്പല്ലല്ലോ പൂത്തിരി. റോട്ടിലേക്ക് ഇറങ്ങിയതല്ല ആദ്യം വാങ്ങിയ ആ വലിയ പതക്കമല്ലല്ലോ, വലിയ പൂത്തിരി. മുതുകിനെ പൊട്ടിച്ചേ. ഈ ചൂട്ടെടുക്കാത്തോണ്ടാണോ അത് പൊട്ടാണ്ടിരുന്നേ? രണ്ട് മണിക്കൂറായി നമ്മളിത് ഈ ഒരു സാധനം, ചെറിയൊരു സാധനം കത്തിക്കാൻ നോക്കണു. ഫൈനലി
കത്തിക്കാൻ വെച്ചി കൊടുക്കാൻ മതിയ ആമി ഇത് നോക്കിയേ ഇത് നോക്കിയേ പുകയൊക്കെ വരണ്ട ദൈവം അതൊരു പണിയാ. അപ്പൊ ഗൈസ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി പായസം കൂടി കുടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ വിഷു ഇവിടെ തീരും. അപ്പോൾ ഇനി പായസം കൂടി കുടിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങാം. അത്രയ്ക്ക് നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.